തെറ്റായ ഒരു തീരുമാനം എടുത്തിട്ട് അത് പാളിപ്പോയെന്ന് മനസ്സിലാക്കുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നീ ഓക്കെ ആണോ അപ് കൈസെ ഹോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു തോൽവി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തോൽവിയല്ല, പക്ഷെ എല്ലാ തീരുമാനവും തെറ്റായിരുന്നു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ബേസിൽ ജോസഫിന്റെ തിരഞ്ഞെടുപ്പുകളെ പറ്റി എന്താ? പണ്ടേ അവൻ എന്നെ കണ്ടൂടാ, അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞു. എന്താ പറഞ്ഞേ? അവൻ നല്ല സിനിമ ചെയ്യുമ്പോ അത് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അതിനിപ്പോ എന്താ, അവനൊരു മോശം ചെയ്യുന്നത് നമ്മൾ സന്തോഷിക്കുന്നു. നീ ഇപ്പൊ എനിക്കൊരു കുരിശ, എന്നെ കൊണ്ട് അധികം കാലം അത് ചൊമ്പിക്കലേ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ തകർച്ചയിൽ അവൻ സന്തോഷിക്കുന്നു, നമ്മുടെ വളർച്ചയിൽ അവൻ സന്തോഷിക്കുന്നു. ഇതാ ഒരു കുഴപ്പം, ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. നമുക്ക് വളർച്ച കുറച്ച് കുറവെന്നല്ലേ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? Obviously നല്ല എനർജറ്റിക് സെറ്റ് ആയിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞ ഇന്റർവ്യൂലൂടെ പറഞ്ഞു. Obviously, he's had a tremendous start to the summer over here. He's played beautifully. ഇത്രയും പടങ്ങൾ പൊട്ടുന്നു, തോറ്റുപോകുന്നു. ഞാൻ പല സ്ഥലത്തും ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് വീണ്ടും പടം. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. കാരണം എനിക്ക് സിനിമയിൽ തന്നെ വേറെയും തൊഴിലുകൾ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ അതൊന്നും അറിയാത്ത ചില ആൾക്കാർക്ക് ഇവിടെ തന്നെ ഇരുന്ന് അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഈ ഒരു യാത്രയിൽ വളർന്നു വരുന്ന ചില അവതാരകരെ കൂടി ആക്ടേഴ്സ് ആക്കാന്നുള്ള ഒരു ചിന്ത അതെങ്ങനെ വന്നു? അടുത്ത പടത്തിൽ നീ വരണമായിരിക്കും. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. ഇതൊക്കെ തുറന്നു വരുന്നത് ഒരു മദ്യപാന സദസ്സിലായിരിക്കും. ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കല്ല നമ്മള്. അങ്ങനത്തെ സദസ്സുകളിൽ ഭാഗമായിട്ടുണ്ടോ? അങ്ങനെ അതിലെ മെയിൻ ആളൊക്കെ അതിന്റെ കണ്ണീറായിരിക്കുന്നത്. തോന്നിയ ദിവസം പറയാതെ ഫാൻ കിടക്കടാ. സീസർ അടിച്ചാൽ ഞാൻ സീസറാണെന്ന് പറഞ്ഞ പോലെ രാജാവ്. ബാഹുബലി കണ്ടിട്ട് കഥ ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ, അത് ഞാൻ ഇവിടെ അപ്പൊ മൃദുല് വന്നിട്ട് ഇയാളെടുത്ത് ചൂടാകും, ഇയാളൊന്ന് ജസ്റ്റ് തള്ളി. മൃദുൽ ഡയറക്ടർ ആസിഫ്, നിരഞ്ജന, അപർണ ബാലൻ ഇവരെയൊക്കെ പിടിച്ച് അടിക്കാൻ തുടങ്ങി. അവിടുത്തെ നടക്കുന്ന സമയത്ത് ഒരാൾ മാത്രം അവിടെ ഇല്ല, റെസ്റ്റിലാണ്. അതിന് തലേ ദിവസം കണ്ട സിനിമ അടുത്ത 5 ദിവസം കണ്ടത് ബാഹുബലി ആയിരുന്നു. ഓക്കെ, പുള്ളി കണ്ടത്. അപ്പൊ മനസ്സിൽ ഫുള്ള് പ്രഭാസ് ആണെന്നുള്ളൊരു നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. ഡോറ് ചവിട്ടി തുറന്ന് ഈ 150 ആൾക്കാരെടുത്ത് വാടാ അങ്ങോട്ട് വരാടാ, ഇന്ന് നിന്റെ അവസാനമാടാ. അടി കൊണ്ട് വിളിച്ചതും അവര് വന്നു. എന്ത് സംഭവം? രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. അവരല്ലേ ബാക്കിയുള്ള ആൾക്കാരെ കിട്ടാത്തതിനെ ദേഷ്യത്തിനൊക്കെയാണ്. അങ്ങനെ ഒരാളെ പിടിച്ച് 100 ആൾക്കാരെ അടി കൊണ്ട്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ, എന്നെ ഓർമ്മയില്ല.